പ്രിയപ്പെട്ടവർക്ക് യാത്രാ അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ ഹജ്ജിനൊരുങ്ങുകയാണെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിയമങ്ങളിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ വരുത്തിയും വ്യത്യസ്തമായ വിസകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയും ഉംറ വിസക്ക് കാലാവധികൾ നിശ്ചയിച്ചും യാത്രക്കാരോട് മടങ്ങാൻ ആവശ്യപ്പെട്ടുമൊക്കെ സൗദി ഓരോ ദിവസവും അപ്ഡേഷൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഹജ്ജ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഷത്തെ ഹജ്ജ് 2025 ജൂൺ 4 മുതൽ 9 വരെ ആ ഒരു സമയത്തായിരിക്കും നടക്കുക എന്നത് ഡേറ്റ് ഇട്ടിട്ട് സൗദി ഭരണകൂടം പ്രത്യേകമായ നിയമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. സൗദി പൗരന്മാർക്കും താമസക്കാർക്കും നുസൂക്കിൻ്റെ ആപ്പ് വഴി ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ ചെയ്യണമെന്നതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. അടുത്തൊരു കാര്യമായി പ്രത്യേകമായി പറയുന്നത്, വിദേശത്ത് നിന്നെത്തുന്ന വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര തീർത്ഥാടകർ അവരുടെ ഹജ്ജ് പാക്കേജുകൾ നുസൂക്കിൻ്റെ ഹജ്ജ് പ്ലാറ്റ്ഫോം വഴി നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നാണ്. അതിൽ ആദ്യമായി എത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2024 ഹജ്ജിൽ തന്നെ ചൂട് കാരണം 1300-ലധികം ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സൗദി നോക്കിക്കാണുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേകമായ നിയന്ത്രണങ്ങളും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഹജ്ജിൽ കുട്ടികളെ നിയന്ത്രിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുട്ടികളെ ഇത്തവണ ഹജ്ജിന് പങ്കെടുപ്പിക്കാനാവില്ല. 2025 ഹജ്ജിൽ അതിശക്തമായ ചൂട് സൗദി ഭരണകൂടം നോക്കിക്കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 14 രാജ്യങ്ങൾക്കുള്ള സിംഗിൾ എൻട്രി വിസകൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ ഉൾപ്പെടെ നൈജീരിയ എന്നിവിടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഒറ്റപ്രവേശന ഹജ്ജ് വിസ മാത്രമാണ് ഈ നൽകുക എന്നുള്ളതാണ്. ഇത് അനധികൃതമായ താമസം തടയാനുള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ വാക്സിൻ നിർബന്ധമാണെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പറയുന്നത്. മെനിഞ്ചൈറ്റിസ്, സീസണൽ ഫ്ലൂ വാക്സിനേഷനുകൾ നിർബന്ധമായും ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ വാക്സിനേറ്റഡ് ആയിരിക്കണമെന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങളും വ്യത്യസ്തമായ വാർത്തകളും സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ടും യാത്രകളുമായി ബന്ധപ്പെട്ടും വ്യത്യസ്തമായ അപ്ഡേറ്റുകൾക്ക് ചാനൽ ഫോളോ ചെയ്യുക.